ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ തമിഴ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അപ്പോൾ നമ്മളെപ്പോലുള്ള പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ. അപ്പോൾ ഒന്ന് മോണിറ്റൈസേഷനായി കിട്ടാൻ, പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു 3 വർഷങ്ങളായി കാണും. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന സാധനമേ കീപ്പ് ചെയ്യാത്ത ഒരാളാണ്. കാരണം ഇന്ന് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലുമൊക്കെ മാസത്തിലായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് മോണിറ്റൈസേഷനായി കിട്ടുക? അതുപോലെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. നമ്മുടെ ലോങ് വീഡിയോസിനും ഷോർട്ട് വീഡിയോസിനും സെയിം ആയിട്ടുള്ള ഒരു പ്രാധാന്യം തന്നെ ഉണ്ട്. അതുപോലെ നമുക്ക് വാച്ച് അവേഴ്സ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ലൈവ് ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതുവഴി നമുക്ക് വാച്ച് അവേഴ്സ് കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് ആയാലും ലോങ് വീഡിയോസ് ആയാലും അതിന് സെയിം ഒരു പ്രാധാന്യമുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം, കാരണം നമ്മുടെ ഈ ഒരു കണ്ടന്റുമായിട്ട് റിലേറ്റഡ് അല്ല എങ്കിലും പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് നമ്മളിപ്പോൾ ഓരോ വീഡിയോസ് ഇടും. അപ്പോൾ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കാണും. അത് ഫാമിലീസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. അപ്പോൾ നീ എന്താ വീഡിയോ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറയാൻ വരും. പിന്നെ അതൊന്നും കെയർ ആക്കാതെ നമ്മൾ വീഡിയോസ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഇടാൻ നോക്കുക കേട്ടോ. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് വെറുതെ നിർത്തി പോകാതിരിക്കുക. എന്നെക്കൊണ്ട് പറ്റത്തില്ല, അയ്യോ അവരത് പറയുന്നത് ഇത് പറയുന്നത്, അതൊന്നും കേൾക്കാതിരിക്കുക. അപ്പോൾ എനിക്ക് പറയാൻ തോന്നിയുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഷോർട്സ് എങ്ങനെ വൈറലാക്കാം, അതുവഴി നമുക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുക. നമ്മൾ വെറുതെ ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ വെറുതെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാമായിരുന്നു മുമ്പ്. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടൊന്നും ചെയ്യത്തില്ല, വെറുതെ ആ ഒരു വീഡിയോ എടുക്കുന്നു അങ്ങ് അപ്ലോഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാതെ ഒന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക, അതുവഴി നമുക്ക് എങ്ങനെ വ്യൂസ് ഉണ്ടാക്കാൻ നോക്കുക, അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ച് വ്യൂസ് കയറാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വെറും ചിലപ്പോൾ 50, 30 അങ്ങനെയുള്ള വ്യൂസ് വരെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ചേഞ്ച് ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു ഗൈസ്. നമ്മളിവിടെ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ആക്കുക. അത് പ്രോസസ്സിങ് ആകുമ്പോൾ ആഡ് സൗണ്ട് കൊടുക്കുക. ആഡ് സൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് ട്രെൻഡിങ് സോങ്ങോ മലയാളം സോങ്ങോ തമിഴ് സോങ്ങോ ഏതെങ്കിലുമൊക്കെ സോങ് ആഡ് ആക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് യുവർ ഓഡിയോ എന്ന് വെച്ചാൽ വോൺ വോയിസ് ആണ് നിങ്ങൾക്ക് ഫുള്ള് കേൾക്കുകയാണെങ്കിൽ വോൺ വോയിസ് 100% മറ്റത് 0 ആക്കി വയ്ക്കുക. ഇല്ല നിങ്ങൾക്ക് ആ സോങ് മാത്രം മതിയുണ്ടെങ്കിൽ അത് 100% മറ്റത് 0 ആക്കുക. അല്ല നിങ്ങളുടെ വോൺ വോയിസ് കേൾക്കണം എന്നാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ആ സോങ് വേണം എങ്കിൽ വോൺ വോയിസ് 100%, ആ സോങ് ഒരു 45 അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വയ്ക്കുക. അടുത്ത് വന്നിട്ട് സെലക്ട് ഓഡിയൻസ് കൊടുക്കുക. ഇവിടെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് അത് കൊടുക്കുക. അടുത്ത റിലേറ്റഡ് വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിലൊരു റീസെൻ്റ് അപ്ലോഡ് ആക്കി അതിൻ്റെ വീഡിയോ ഒന്ന് കൊടുക്കുക. അതുപോലെ അടുത്തതായിട്ട് ഷോർട്സ് റിമിക്സിങ് അത് നോട്ട് എല്ലാം കൊടുക്കുക. അടുത്ത അൾട്ടേർഡ് കണ്ടൻറ്റ് ഇതും ഉറപ്പായിട്ട് നോ തന്നെ കൊടുക്കുക, ഇത് വിട്ടുപോകരുത്. ഇനി വന്നിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റോ അൺലിസ്റ്റഡോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ #ടാഗ്സ് കൊടുക്കുക. നമുക്ക് ഷോർട്ടെന്നോ ഷോർട്സ് ഫീഡെന്നോ അല്ലെങ്കിൽ യൂട്യൂബെന്നോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ കണ്ടൻറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതെന്നും കൂടെ നോക്കിയിട്ട് ആ കണ്ടൻറ്റിന് യോജിച്ച #ടാഗ്സ് കൂടി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ നിങ്ങൾക്കത് മനസ്സിലാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ലാഗ് എടുപ്പിച്ച് ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൊടുത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം. നമുക്കിനി അപ്ലോഡ് ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും എഡിറ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നോ ഇറ്റ് ഡസൻറ്റ് ഇൻക്ലൂഡ് ഓൾട്ടേർഡ് കണ്ടൻറ്റ് ഇത് കൊടുക്കുക. എന്നിട്ട് ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എലോ എംബഡിങ് ഇത് രണ്ടും ഓഫാക്കി വയ്ക്കുക. ഇങ്ങനെയാണ് ഷോർട്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഗൈസ്, നിങ്ങളോട് ഞാൻ യെല്ലോ എംബഡിങ് ആൻഡ് ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ അത് രണ്ടും ഓഫാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തു, അപ്പോൾ നമുക്ക് വ്യൂസ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് ലൈക്കും കുറവായിരിക്കും. അപ്പോൾ ഈ വ്യൂസും ലൈക്കും കുറവായിരിക്കും. പുതിയ ആൾക്കാർ കാണുമ്പോൾ ഈ ലൈക്ക് കണ്ടവരെങ്കിലും വിലയിരുത്തിക്കളയും നമ്മുടെ വീഡിയോ. 2, 3 ലൈക്കോ അല്ലെങ്കിൽ 10 ലൈക്കൊക്കെ ആകുമ്പോൾ ഈ വീഡിയോ കൊള്ളത്തില്ലെന്നവരെങ്കിലും വിചാരിക്കും. അതിനേക്കാളും നമ്മളിത് ഓഫാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഈ ലൈക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുകയും ചെയ്യും, നമുക്ക് ലൈക്ക് തരുകയും ചെയ്യും. അതുപോലെ യെല്ലോ എംബഡിങ് ഓഫാക്കി വെക്കാൻ പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ വാട്സപ്പിൽ മറ്റുള്ള ആപ്പുകളിലൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ അവരിത് അല്ലാതെ കാണും. വാട്സപ്പിൽ അവരിങ്ങനെ ലിങ്ക് ടച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുമല്ലോ, നമുക്ക് ആ വ്യൂസ് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ യെല്ലോ എംബഡിങ് ഓഫാക്കി കൊടുക്കുകയാണെങ്കിൽ ആ വ്യൂസ് നമുക്ക് കിട്ടുകയും ചെയ്യും യൂട്യൂബിൽ. ചില ആൾക്കാർ ഡയറക്റ്റ് നമ്മുടെ യൂട്യൂബിൽ കയറി കാണത്തില്ല, നമുക്ക് വ്യൂസ് കിട്ടുമെന്ന് വിചാരിച്ചു അവർക്കിനെക്കുറിച്ച് അറിയായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, വാട്സപ്പിൽ ലിങ്ക് വഴി കണ്ടിട്ട് അവരങ്ങ് പോകും, നമുക്ക് വ്യൂസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മളിത് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഗുണമുണ്ടാകും, അവർ നമ്മുടെ വീഡിയോ കണ്ടതുമായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ വിലപ്പെട്ട കമൻസുകൾ ഇട്ടേക്ക്.